Dear students, today we will discuss about share valuation. So the fundamental analysis is based on the premise that each share has an intrinsic worth and it depends upon the benefits that the holder of a share expects to receive in the future from the share in the form of dividend and capital appreciation. The investment decision of the fundamental analyst to buy or sell a share is based on a comparison between the intrinsic value of a share and its current market price. So, fundamental analysis is based on the premise that each share has an intrinsic worth. നമ്മുടെ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ബേസിക് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് അസംഷൻ അല്ലെങ്കിൽ എന്താണ് ബേസിക് പ്രിമൈസ് എന്ന് പറയുന്നത് എല്ലാ ഷെയറിനും എന്തുണ്ട്? ഒരു ഇൻട്രിൻസിക് വെർത്ത് ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്? ഇൻട്രിൻസിക് വെർത്ത് ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻട്രിൻസിക് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ the benefit that the holder of a share expects to receive in future. ആ ഷെയറിൽ നിന്നും ആ ഷെയർ ഹോൾഡർ ഫ്യൂച്ചറിൽ ലഭിക്കാവുന്ന വരുമാനത്തിനനുസരിച്ചിട്ട് ഓരോ ഷെയറിനും എന്തുണ്ട്? ഇൻട്രിൻസിക് വെർത്തുണ്ട്. എന്താണ് ആ വരുമാനം എന്ന് പറയുന്നത്? ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻറ്റ് ആൻഡ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ. ആ ഷെയറിൽ നിന്നും ഉള്ള വരുമാനം എന്ന് പറയുന്നത് ഒന്ന് ഡിവിഡൻറ്റ് രൂപത്തിലാണ്, മറ്റൊന്നെന്താണ്? ക്യാപിറ്റൽ അപ്രിസിയേഷൻ രൂപത്തിലാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും ഡിവിഡൻറ്റ് ഫോമിനെയും ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഫോമിലുള്ള റിട്ടേൺസിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോ ഷെയറിനും അതിൻ്റേതായിട്ടുള്ള ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട് എന്നാണ് എന്ത് പറയുന്നത്? ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ആൻഡ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ അനലിസ്റ്റ് ടു ബൈ ഓർ സെൽ എ ഷെയർ ഈസ് ബേസ്ഡ് ഓൺ എ കമ്പാരിസൺ ബിറ്റ്വീൻ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ഷെയർ ആൻഡ് ഇറ്റ് ഈസ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ അനലിസ്റ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അതായത് ഒരു ഷെയർ വാങ്ങണോ അതായത് വിൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവും അതേപോലെ മാർക്കറ്റ് പ്രൈസും കമ്പയർ ചെയ്ത് എൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യണത്? ഒരു ഫണ്ടമെൻ്റൽ അനലിസ്റ്റ് ആ ഷെയർ വാങ്ങുകയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിൽക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് എന്ത് ചെയ്യേണ്ടത്? തീരുമാനിക്കുന്നത്. So if the market price of a share is currently lower than its intrinsic value, such a share would be bought because it's perceived to be underpriced. ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിനെക്കാട്ടിലും കുറവാണ് എങ്കിൽ അങ്ങനെയുള്ള ഷെയറുകൾ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വാങ്ങാവുന്നതാണ്. കാരണം എന്താണ്? അത് അണ്ടർ പ്രൈസ്ഡ് ആണ്. ആക്ച്വലി ചിലപ്പോൾ ഒരു 60 രൂപ ഉണ്ടാവും, ഇൻട്രിൻസിക് വാല്യൂ 60 രൂപയാണ്, മാർക്കറ്റ് പ്രൈസ് 42 രൂപയാണ് എങ്കിൽ അപ്പോൾ എന്താണ്? അതിൻ്റെ ആക്ച്വൽ വാല്യൂ എത്രയുണ്ട്? 62 രൂപയുണ്ട്. അപ്പം ഭാവിയിൽ അത് എന്താവും? 62 രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ എത്ര രൂപയ്ക്ക് കിട്ടും? 42 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? വാങ്ങേണ്ടതാണ്. അപ്പം അല്ലെങ്കിൽ ആ ഷെയർ എന്താണ്? അണ്ടർ പ്രൈസ്ഡ് ആണ്. അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഷെയറുകൾ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വാങ്ങാവുന്നതാണ്. Then a share whose current market price is higher than its intrinsic value would be considered as എന്താണ്? ഓവർ പ്രൈസ്ഡ് ആൻഡ് ഹെൻസ് എന്താണ്? സോൾഡ്. എന്താണ്? അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ, ഇപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ വാല്യൂ ഓഫ് ദി ഷെയർ ആണ് അല്ലേ? അപ്പോൾ ആ ഷെയറിൻ്റെ വാല്യൂവിനെ കാട്ടിലും കൂടുതൽ, ഇപ്പോൾ 40 രൂപ വിലയുള്ള ഷെയറിന് വില 50 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാനുള്ള സാധ്യതയല്ല? ഈ 50 രൂപയിൽ കൂടുവാനുള്ള സാധ്യതയല്ല. എത്രയേ ആവുള്ളൂ? എത്രയേ ആവുള്ളൂ? 40ലേക്ക് താഴുകയേ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ്? ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? വിൽക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മളെന്ത് ഫണ്ടമെൻ്റൽ അനലിസ്റ്റ് ബൈ ആൻഡ് എന്താണ് സെൽ എന്നുള്ള ഡിസിഷൻ എന്ത് ചെയ്യേണ്ടത്? എടുക്കുന്നത്. The investment decision of the fundamental analyst is based on the belief regarding the relationship between market price and intrinsic value. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ അനലിസ്റ്റ്, ഒരു ഫണ്ടമെൻ്റൽ അനലിസ്റ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് എന്ത് തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ചിട്ടാണ്? മാർക്കറ്റ് പ്രൈസും ഇൻട്രിൻസിക് വാല്യൂവും തമ്മിലുള്ള ബന്ധത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്താണ് ആ ബന്ധം? ഹി ബിലീവ്സ് ദാറ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ ഈസ് എ
റിഫ്ലക്ഷൻ ഓഫ് ഇറ്റ്സ് ഇൻട്രിൻസിക് വാല്യൂ. അപ്പം ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആ ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ റിഫ്ലക്ഷനാണ് എന്നാണ് ആര് വിശ്വസിക്കുന്നത്? ഫണ്ടമെൻ്റൽ അനലിസ്റ്റ് എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. So the market price of a share and intrinsic value are the two basic inputs necessary for the investment decision. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് decision എടുക്കണമെങ്കിൽ whether we have to എന്താണ് decide we invest or not എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ഇൻപുട്ടുകളാണ് മാർക്കറ്റ് പ്രൈസും ഇൻട്രിൻസിക് വാല്യൂവും അല്ലെങ്കിൽ ഇൻട്രിൻസിക് വർത്തും. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ ഈസ് അവൈലബിൾ ഫ്രം ദ കൊട്ടേഷൻസ് ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. എന്താണ് മാർക്കറ്റ് പ്രൈസ്? നമുക്ക് എവിടെ നിന്ന് കിട്ടും? റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മാർക്കറ്റ് പ്രൈസ് കിട്ടും. അതിൻ്റെ കൊട്ടേഷൻ എന്തുണ്ടാവും? അതിലുണ്ടാവും. അപ്പോൾ കോട്ടയുടെ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആൻഡ് ദ ഇൻട്രിൻസിക് വാല്യൂ ഈസ് എസ്റ്റിമേറ്റഡ് ത്രൂ ദ പ്രോസസ് ഓഫ് സ്റ്റോക്ക് ഓർ എന്താണ് ഷെയർ വാല്യുവേഷൻ. നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഷെയർ വാല്യുവേഷൻ. അപ്പോൾ നമുക്കെന്ത് പറയാം? ഷെയർ വാല്യുവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ഓഫ് ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ഷെയർ. ഒരു ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഷെയർ വാല്യുവേഷൻ ഓർ ഇക്വിറ്റി വാല്യുവേഷൻ ഓർ സ്റ്റോക്ക് വാല്യുവേഷൻ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. Before we have discussed about the stock valuation or equity valuation, let us understand the basic terms or some basic informations about equity. So what is an equity? It is an indivisible unit of total equity capital of a company. എന്താണ്? ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ, ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ്. കാരണം അത്രയും ചെറിയ യൂണിറ്റ് ഇനി അങ്ങോട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഏറ്റവും ചെറിയ എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഇൻഡിവിസിബിൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഷോസ് എന്താണ് ഫൗണ്ടേഷൻ ഓഫ് ഓണർഷിപ്പ് ഇൻട്രസ്റ്റ് ഓഫ് എന്ന എ കമ്പനിയിൽ എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ആരാണ്? ഓണേഴ്സ് ഓഫ് ദ കമ്പനിയാണ്. സോ ഇക്വിറ്റി ഷെയർസ് മീൻസ് ഇറ്റ് ഇസ് എ ഫൗണ്ടേഷൻ ഓഫ് ഓണർഷിപ്പ് ഇൻട്രസ്റ്റ് ഓഫ് എ കമ്പനി. സോ ആൻഡ് ഇക്വിറ്റി ഷെയർസ് ഹാവ് ഡിഫറെൻറ്റ് വാല്യൂസ്. ഏതൊക്കെയാണ് നോക്കുക? ഡിഫറെൻറ്റ് വാല്യൂസ്. ഒന്നാമത് പറയുന്നു ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ എന്ന് പറയുന്നതാണ് നോമിനൽ വാല്യൂ ഓർ വാല്യൂ റിട്ടേൺ ഓൺ എന്നാണ് ഷെയർ സർട്ടിഫിക്കറ്റ്. എന്നാണ് ഷെയർ സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അവരുടെ ഷെയറിന് പെർസീവ് ചെയ്യുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ഫേസ് വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. രണ്ടാമതാണത് ഇഷ്യൂ വാല്യൂ. അല്ലേ, അറിയാം. ഇഷ്യൂ വാല്യൂ എന്ന് പറയുമ്പം എന്ത് ചെയ്യാം? അത് ഇഷ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താണ് ആ ഫേസ് വാല്യൂവിന് തന്നെ എന്ത് ചെയ്തോളന്നില്ല, ഇഷ്യൂ ചെയ്തോളന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിമാൻഡ് ഓഫ് ദി എന്താണ് സെക്യൂരിറ്റി. നല്ല ഡിമാൻഡ് ആണ് എങ്കിൽ അതിനെ എന്ത് ചെയ്യും? പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യും. ഡിമാൻഡ് കുറവാണ് എങ്കിൽ എന്ത് ചെയ്യും? ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യും. അല്ലേ, ഈവൺ എന്താണ് ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് പാർ. അതാണ് ഫേസ് വാല്യൂവിൻ്റെ അതേ വിലയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മളെന്ത് പറയുക? പാർ വാല്യൂ എന്ന് പറയുക. പ്രീമിയം എന്ന് പറയുമ്പം എന്താണ് ഫേസ് വാല്യൂവിനെക്കാട്ടും കൂടുതലായിരിക്കും. അതുപോലെ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫേസ് വാല്യൂവിനെക്കാട്ടും എന്തായിരിക്കും? കുറവായിരിക്കും. പിന്നെ എന്താണ് മാർക്കറ്റ് വാല്യൂ? മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ട്രേഡഡ് വാല്യൂ ആണ്. ഓർഗനൈസേഷനിൽ എൻ്റെ ഷെയറുകൾ ട്രേഡ് ചെയ്യുമ്പോൾ ഉള്ള ആ ട്രേഡഡ് വാല്യൂവിനെയാണ് നമ്മളെന്ത് പറയുന്നത്? അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിനെന്താണ്? ഇൻട്രിൻസിക് വാല്യൂ. ഇൻട്രിൻസിക് വാല്യൂ അതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ഫ്യൂച്ചർ ബെനിഫിറ്റ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഇൻട്രിൻസിക് വാല്യൂ. ആൻഡ് ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് റോൾ ഓർ ഇറ്റ് ഹാസ് ദ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഷെയർ വാല്യുവേഷൻ. ഇൻട്രിൻസിക് വാല്യൂവിന് ഒരു വളരെ പ്രധാനപ്പെട്ട റോൾ എന്തിനുണ്ട്? ഷെയർ വാല്യുവേഷനിലുണ്ട്. Then share valuation models. So the valuation model used to estimate the intrinsic value of a share is the present value model. The valuation model used to estimate അതായത് ഒരു ഷെയറിൻ്റെ വാല്യൂഷൻ എന്ത് ചെയ്യുന്നത്? എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് പ്രസൻറ്റ് വാല്യൂ മോഡൽ. So the intrinsic value of a share is the present value of the future amounts to be received in respect of ownership
കമ്പ്യൂട്ടഡ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ്. ഇനി എന്താണ് ഇൻട്രിൻസിക് വാല്യൂ? ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ഷെയർ ഈസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ എമൗണ്ട്സ് ടു ബി റിസീവ്ഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഓണർഷിപ്പ്. ഷെയറിൻ്റെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഭാവിയിൽ ആ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർക്ക് ലഭിക്കാവുന്ന റിട്ടേണിൻ്റെയും പ്രസൻറ്റ് വാല്യൂ എങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക? ഒരു അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഷെയർ ഹോൾഡറിന് ഭാവിയിൽ ലഭിക്കാവുന്ന ഏണിങ്സിൻ്റെ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഏണിങ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ടു അപ്രോച്ചസ് ഫോർ ദ വാല്യുവേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ഇമ്പോർട്ടൻറ്റ് അപ്രോച്ചസ് ടു ഡിവിഡൻഡ് അപ്രോച്ച് ആൻഡ് പ്രൈസ് ഏണിംഗ് അപ്രോച്ച്. അപ്പോൾ ഷെയർ വാല്യുവേഷൻ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അപ്രോച്ചുകളാണ് ഡിവിഡൻഡ് അപ്രോച്ചും അതേപോലെ പ്രൈസ് ഏണിംഗ് അപ്രോച്ചും. അത് നോക്കുക. ഡിവിഡൻഡ് അപ്രോച്ചിൽ ഫസ്റ്റ് വൺ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. So the dividend discount model is a quantitative method of valuing a company's stock price based on the assumption that the current fair price of a stock equals the sum of all of the company's future dividend discounted back to their present value. A dividend discount model is a quantitative method of valuing company's stock price. അപ്പം കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ വാല്യൂ ചെയ്യുന്ന ഒരു മോഡലാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. എന്താ അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്? ബേസ്ഡ് ഓൺ ദ അസംഷൻ. ഒരു അസംഷൻ എന്ന് പറയുന്നത് കറൻറ്റ് ഫെയർ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. അപ്പോൾ കറൻറ്റ് ആ ഷെയറിൻ്റെ കറൻറ്റ് പ്രൈസ് എന്തിനോട് ഈക്വലാണ്? ആ കമ്പനിയുടെ ഫ്യൂച്ചർ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് ബാക്ക് ടു ദിയർ പ്രസൻറ്റ് വാല്യൂ. ആ കമ്പനിയുടെ പ്രസൻറ്റ് വാല്യൂ ഏണിങ്സിൻ്റെ അല്ലെങ്കിൽ ഡിവിഡൻസിൻ്റെ പ്രസൻറ്റ് വാല്യൂവിന് ഒരു പർട്ടിക്കുലർ റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നതിനോട് ഈക്വലാണ് ആ കമ്പനിയുടെ ഫെയർ സ്റ്റോക്കിൻ്റെ ഫെയർ പ്രൈസ് എന്ന് പറയുന്നത് എന്ന അസംഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് ആ കമ്പനിയുടെ വാല്യുവേഷൻ നടത്തുന്ന ഒരു മെത്തേഡാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. സോ ദ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ വാസ് ഡെവലപ്ഡ് അണ്ടർ ദ assumption that the intrinsic value of a stock reflects the present value of all future cash flows generated by a security. ഒരു അസംഷൻ എന്ന് പറയുന്നത് ദ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ വാസ് ഡെവലപ്ഡ് അണ്ടർ ദി അസംഷൻ ദാറ്റ് ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ സ്റ്റോക്ക് റിഫ്ലക്ട്സ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ജനറേറ്റഡ് ബൈ എ സെക്യൂരിറ്റി. അതായത് ഒരു സെക്യൂരിറ്റിയുടെ എല്ലാ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസും ഡിസ്കൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അസംഷനിലാണ് ഇത് ബേസ് ചെയ്യുന്നത്. Generally, the dividend discount model provides an easy way to calculate a fair stock price from a mathematical perspective with the minimum input variables required. സാധാരണയായിട്ട് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ ഫെയർ സ്റ്റോക്ക് പ്രൈസ് കണ്ടുപിടിക്കാൻ ഒരു ഈസി വേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് ലെസ് മാത്തമാറ്റിക്കൽ മിനിമം ഇൻപുട്ട് വേരിയബിൾ വളരെ കുറഞ്ഞ ഇൻപുട്ട് വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് ആ സ്റ്റോക്കിൻ്റെ ഫെയർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുവാൻ സഹായിക്കുന്നു? ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ സഹായിക്കുന്നു. The dividend discount model again classified into three: dividend capitalization model, dividend growth model, then multiplier approach. First one, dividend capitalization model. So there are two main areas of cash flows. നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള ക്യാഷ് ഫ്ലോസ് ആണ് ഉണ്ടാവുക. ഒന്ന് ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ്, രണ്ടാമത്തത് ഇൻ ദ ക്യാപിറ്റൽ ഗെയിൻ ഫ്രം സെല്ലിംഗ് ദ ഷെയർ. ഒന്നുകിൽ നമുക്ക് സെയിൽ പ്രൊസീഡ്സ്, അതായത് ഷെയർ ഹോൾഡിംഗ് പീരീഡിൻ്റെ അവസാനം നമ്മൾ ഷെയർ വിൽക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ സെയിൽസ് പ്രൊസീഡ്സ് കിട്ടും അല്ലേ. അപ്പോൾ നമ്മളത് കമ്പയർ ചെയ്യുമ്പോൾ അതായത് പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കമ്പയർ ചെയ്തിട്ട് സെല്ലിംഗ് പ്രൈസ് എക്സസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ഫോംസ് ഓഫ് റിട്ടേൺ ആണ് നമുക്ക് ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്നത്.
So in this model, the cash flows are discounted to find out the present value which gives the intrinsic value of the എന്താണ് ഷെയർ. അപ്പോൾ ഈ ഒരു മോഡൽ പ്രകാരം നമുക്ക് ഇങ്ങനെ കിട്ടുന്ന, അതായത് എന്ത് ചെയ്യുക, ദിസ് മെത്തേഡ് ക്യാഷ് ഫ്ലോസ് ആർ എന്താണ്, നമ്മുടെ ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ എന്ത് ചെയ്യുന്നു, നമ്മൾ കണ്ടുപിടിക്കുന്നു. അതാണ് എന്ത് പ്രസൻറ്റ് വാല്യൂ വിച്ച് ഗീവ്സ് എന്താണ് ഇൻട്രിൻസിക്, അതിനെയാണ് നമ്മളെന്ത് പറയണത്, ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. ഏത് പ്രകാരം, ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ പ്രകാരം. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ 2 മെത്തേഡ്സ്. 2 പ്രധാനപ്പെട്ട മെത്തേഡുകളിലായിട്ട് ഇത് എന്ത് ചെയ്യാവുന്നതാണ്. ഒന്ന് സിംഗിൾ പീരീഡ്, രണ്ടാമത് മൾട്ടിപ്പിൾ പീരീഡ്. സിംഗിൾ പീരീഡ് ഹോൾഡിംഗ് അസംഷൻ, മൾട്ടിപ്പിൾ പീരീഡ് ഹോൾഡിംഗ് അസംഷൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് സിംഗിൾ പീരീഡ് വാല്യുവേഷൻ മോഡൽ. സോ ഷെയർ ബോട്ട് ആൻഡ് കെപ്റ്റ് ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 1 year. അപ്പോൾ എന്താണ് ഈ സിംഗിൾ പീരീഡ് വാല്യുവേഷൻ മോഡലിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻ എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് ഷെയർ വാങ്ങിയിട്ട് 1 വർഷം വരെ എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഹോൾഡ് 1 വർഷം ഹോൾഡ് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. അതാണ് ഷെയർ ബോട്ട് ആൻഡ് കെപ്റ്റ് ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 1 year ഓൺലി. ഇതെന്താണ്, 1 വർഷത്തേക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ വാങ്ങുകയും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഇൻ ദിസ് കേസ് the investor would be expected to receive an amount of dividend as well as selling price after 1 year. ഈ ഒരു കേസിൽ ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്, എമൗണ്ട് ഓഫ് ഡിവിഡൻറ്റും പിന്നെ 1 വർഷത്തിന് ശേഷം അയാൾ വിൽക്കുമ്പോൾ എന്താണ് ലഭിക്കുന്ന തുകയുമാണ്. ആൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ മേ ബി എക്സ്പ്രസ്ഡ് ആസ്, ഏത് രീതിയിലാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുക, S0 is equal to D1 by 1 plus K all raised to 1 plus X2 by എന്താണ് 1 plus K all raised to 1. നോക്കുക, ഇവിടെ D1 is equal to amount of dividend expected to be received at the end of the year. X1 is equal to selling price expected to be realized on sale of the shares at the end of the year. K is equal to എന്താണ് rate of return ബൈ ദ ഇൻവെസ്റ്റർ. ഇവിടെ D1 എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്റ്റഡ് ഡിവിഡൻ്റ് ആണ്. S1 എന്ന് പറയുന്നത് നമുക്കൊരു വർഷത്തിന് ശേഷം നമുക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന തുകയാണ്. K ഈസ് ഈക്വൽ ടു എന്താണ്, റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, റിക്വയർഡ് ബൈ ദ ഇൻവെസ്റ്റർ ആണ്. നോക്കുക, ഫോർ എക്സാമ്പിൾ, ഇഫ് ആൻ ഇൻവെസ്റ്റർ ടു ഗെറ്റ് ₹3.50 ആസ് ഡിവിഡൻഡ് ഫ്രം എ ഷെയർ നെക്സ്റ്റ് ഇയർ and hopes to sell off the share at ₹45 after holding it for 1 year, and if his required rate of return is 25%, the present value of this share to the investor can be calculated as follows. നോക്കുക, ഒരു ഷെയർ ഇതൊരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നു, ₹3.50 ഡിവിഡൻറ്റും അതേപോലെ അടുത്ത വർഷം ആ ഷെയർ വിൽക്കുന്ന സമയത്ത് ₹45 കിട്ടുമെന്നുമാണ് എന്ത് ചെയ്യണത്, പ്രതീക്ഷിക്കുന്നത്. അയാളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 25%. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക, S0 ഈസ് ഈക്വൽ ടു 3.50 ഡിവൈഡഡ് ബൈ 1.525 all raised to 1 പ്ലസ് എന്താണ് 45 ബൈ എന്താണ് 1.25 all raised to 1 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്തിനാണ് 1.25 തന്നെയാണ്. അപ്പോൾ ആകെ എത്രയാണ്, ₹38.80. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്താ തീരുമാനിക്കേണ്ടത്, ദിസ് ഈസ് ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദ ഷെയർ. അതായത് ₹38.80 ആണ് എന്ത് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ. ദ ഇൻവെസ്റ്റർ വുഡ് ബൈ ദിസ് ഷെയർ ഓൺലി ഇഫ് ഇറ്റ്സ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ലോവർ ദാൻ ദിസ് വാല്യൂ. അതായത് ഈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്തിനേക്കാട്ടിലും കുറവാണെങ്കിൽ, ഇൻട്രിൻസിക് വാല്യൂവിനേക്കാട്ടിലും കുറവാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഷെയർ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വാങ്ങാൻ പാടുള്ളൂ. അതായത് ₹38.80 കുറവാണ് എങ്കിൽ എന്ത് ചെയ്യാം, കറണ്ട് മാർക്കറ്റ് പ്രൈസ് ₹38.80 കുറവാണെങ്കിൽ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാം, ഇത് വാങ്ങാവുന്നതാണ്. രണ്ടാമത്തേതാണ് മൾട്ടി പീരീഡ് വാല്യുവേഷൻ മോഡൽ. ആൻ ഇൻവെസ്റ്റർ മേ ഹോൾഡ് എ ഷെയർ ഫോർ എ സർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് സെൽ ഇറ്റ് ഓഫ് ആൻഡ് എൻഡ് ഓഫ് ഹിസ് എന്താണ് ഹോൾഡിംഗ് പീരീഡ്. അപ്പോൾ എന്താണ്, ഒരു ഇൻവെസ്റ്റർ
ഒരു ഷെയർ എന്ത് ചെയ്യുന്നു, ഹോൾഡ് ഷെയർ സൈഡ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുകയും അതിന് ശേഷം ഇത് എന്ത് ചെയ്യുകയും ചെയ്യുന്നു, ഇത് വിൽക്കുകയും ചെയ്യുന്നു. ഹോൾഡിംഗ് പീരീഡിൻ്റെ അവസാനം എന്ത് ചെയ്യുന്നു, അയാൾ വിൽക്കുകയും ചെയ്യുന്നു. ഇൻ ദിസ് കേസ് ഹി റിസീവ്സ് ആനുവൽ ഡിവിഡൻഡ് ഈച്ച് ഇയർ ആൻഡ് ദ സെയിൽസ് പ്രൈസ് ഓഫ് ദ ഷെയർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഹോൾഡിംഗ് പീരീഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ അവിടെ അവസാനം എന്താ ചെയ്യുന്നത്, ഹി റിസീവ്സ് ദ ആനുവൽ ഡിവിഡൻഡ് ഈച്ച് ഇയർ. ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് ഇയർ, ഇവിടെ തൊട്ട് മുകളിൽ ഷെയർസ് എന്നല്ല ഇയേഴ്സ് എന്നാണ് വേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുമ്പോൾ എത്ര വർഷമാണോ അയാൾ ഹോൾഡ് ചെയ്യുന്നത് ആ വർഷത്തെ ഡിവിഡൻറ്റും പ്ലസ് എന്താണ് സെയിൽ പ്രൈസ് ഓഫ് ദ ഷെയർ, അവസാനമുള്ള ഹോൾഡിംഗ് പീരീഡിൻ്റെ അവസാനമുള്ള സെയിൽസ് പ്രൈസുമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് എന്താണ് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ മേ ബി എക്സ്പ്രസ്ഡ് ആസ് d1 by 1 plus k all raised to 1 plus d2 by 1 plus k all raised to 2 plus d3 by 1 plus k all raised to 3 plus up to ഇടം വരെ dn plus sn ഡിവൈഡഡ് ബൈ 1 plus k all raised to n. ഇവിടെ എന്താണ് d1 d2 d3 എന്നൊക്കെ പറയുന്നതാണ് ആനുവൽ ഡിവിഡൻഡ് ടു ബി റിസീവ്ഡ് ഈച്ച് ഇയർ. S0 എന്ന് പറഞ്ഞാൽ എന്താണ് സെയിൽസ് പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി എന്താണ് Sn ഈസ് ഈക്വൽ ടു സെയിൽസ് പ്രൈസ് ഓഫ് ദി എന്താണ് എൻഡ് ഓഫ് ദി ഹോൾഡിംഗ് പീരീഡ്. കെ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. എൻ എന്ന് പറയുന്നതാണ് ഹോൾഡിംഗ് പീരീഡ് ഇൻ ഇയേഴ്സ് ആണ്. ഓക്കെ, ഈ രീതിയിലാണത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കുക, ഫോർ എക്സാമ്പിൾ ഇഫ് ആൻ ഇൻവെസ്റ്റർ എക്സ്പെക്ട്സ് ടു ഗെറ്റ് റുപ്പീസ് എന്നാണ് 3.50 4 and 4.50 ആസ് ഡിവിഡൻറ്റ് ഫ്രം എ ഷെയർ ഡ്യൂറിങ് ദ നെക്സ്റ്റ് 3 years and hope to sell it off ₹75 at the end of the third year, and if his required rate of return is 25%, the present value of the share to the investor can be calculated as follows. നോക്കുക എങ്ങനെയാണെന്നുള്ളത്. ഒരു ഇൻവെസ്റ്റർ എന്താണ് 3 രൂപ 50 പൈസ 4 രൂപ 50 പൈസ എങ്ങനെ എന്താണ് ഒരു ഷെയറിൻ്റെ ഡിവിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അടുത്ത 3 വർഷം. അത് കഴിഞ്ഞിട്ട് 3-ാം വർഷത്തിൻ്റെ അവസാനം എന്ത് ചെയ്യാം, ആ ഷെയർ 75 രൂപയ്ക്ക് എന്ത് ചെയ്യാം, വിൽക്കാമെന്ന് എന്ത് ചെയ്യുന്നു കണക്കൂട്ടുന്നു. അപ്പോൾ അയാളുടെ റേറ്റ് ഓഫ് റിക്വയർഡ് റിട്ടേൺ എന്ന് പറയുന്നത് 25%. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കുക. ആദ്യത്തെ വർഷത്തെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 3 രൂപ 50 പൈസ ഡിവൈഡഡ് ബൈ 1.25. രണ്ടാമത്തെ ഡിവിഡൻഡ് രണ്ടാമത്തെ വർഷം 4 രൂപ ഡിവൈഡഡ് ബൈ 1.25 ഹോൾ സ്ക്വയർ, നമ്പർ ഓഫ് ഇയേഴ്സ് 2 ആണ്. മൂന്നാമത്തെ വർഷം 4 രൂപ 50 പൈസ ഡിവൈഡഡ് ബൈ 1.25 ഓൾ റേസ് ടു 3 d1 d2 d3 ആയി. പ്ലസ് എന്താണ് മൂന്നാമത്തെ വർഷം അവസാനം എന്ത് ചെയ്യുന്നു, അയാൾക്ക് എന്തുകൂടി കിട്ടും, സെയിൽസ് പ്രൈസും കൂടി എന്ത് ചെയ്യും അയാൾക്ക് ലഭിക്കും, SN കൂടി എന്തായിരിക്കും അയാൾക്ക് ലഭിക്കും. അത് എത്ര രൂപയാണ് വിചാരിക്കുന്നത്, 75 രൂപയാണ്. 75 ബൈ 1.25 ഹോൾ റേസ് ടു എന്താണ് ക്യൂബ്. അപ്പോൾ 46 രൂപ 06 അയാളുടെ എന്താണ് ഇൻട്രിൻസിക് വാല്യൂ. അതായത് ഈ 46 രൂപ 06 പൈസയിൽ കുറവാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ആ ഷെയർ എന്ത് ചെയ്യാം, അയാൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇതൊരു ലിമിറ്റേഷൻ എന്താണെന്ന് നോക്കുക. An investor has to forecast the future dividend as well as the selling price of a share at the end of the holding period in order to apply this model of non-equity valuation. അപ്പം ഈ മോഡൽ ഓഫ് ഇക്വിറ്റി വാല്യുവേഷൻ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്ത് ഫോർകാസ്റ്റ് ചെയ്യണം, ഫ്യൂച്ചർ ഡിവിഡൻറ്റും അതേപോലെ എന്താണ് എൻഡ് ഓഫ് ദി എന്താണ് ഹോൾഡിംഗ് പീരീഡിലുള്ള സെല്ലിംഗ് പ്രൈസും എന്ത് ചെയ്യണം, ഫോർകാസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് പ്രാക്ടിക്കലി ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഫോർകാസ്റ്റ് ദീസ് വേരിയബിൾസ് ആക്യുറേറ്റ്ലി. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഈ വേരിയബിൾ ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ് വളരെ ബുദ്ധിമുട്ടാണ്. ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോർകാസ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല. ദെർഫോർ ആയതിനാൽ ദിസ് മോഡൽ ഹാസ് ലിറ്റിൽ പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ്, വളരെ കുറഞ്ഞ പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട limitation. And thank you for your cooperation.